ലൈംഗിക ചൂഷണാരോപണങ്ങളിൽ കൃത്യമായ മറുപടിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണത്തിന് മാത്രം മറുപടി പറഞ്ഞ രാഹുൽ പുറത്തുവന്ന മറ്റ് ശബ്ദ സന്ദേശങ്ങളെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നുഴഞ്ഞു മാറി. രാജ്യസമ്മർദ്ദം ശക്തമാകുന്നതിനിടെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവച്ച് മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അടച്ചിട്ട മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ പതിവ് രാഹുൽ മാങ്കൂട്ടത്തെയല്ല കണ്ടത്. അടിമുടി ശാന്തൻ, അങ്ങേയറ്റം സൗമ്യൻ, കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. തന്നെ പ്രതിരോധിക്കുന്ന പാർട്ടി പ്രവർത്തകർ തലകുനിക്കേണ്ടി വരില്ല. ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ്. ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്, ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. അതോടെ ചോദ്യങ്ങൾ ആവർത്തിച്ചു. മറുപടി ഒന്നിനു മാത്രം. തനിക്കെതിരെ മറ്റാരോപണങ്ങൾ ഉയരുന്നതിനു മുൻപ് അവന്തിക തന്നെ വിളിച്ചു. അവന്തിക അയച്ചു നൽകിയ റിപ്പോർട്ടറുമായുള്ള ശബ്ദ സന്ദേശം കേൾപ്പിച്ചായിരുന്നു രാഹുലിന്റെ പ്രതികരണം. എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. പുറത്തു വന്ന വിവാദ ശബ്ദ സന്ദേശത്തെക്കുറിച്ച ചോദ്യങ്ങൾ ആവർത്തിച്ചതോടെ വീണ്ടും എന്റെ കൂടി ഭാഗം കേൾക്കണമെന്ന വൈകാരികമായ മറുപടി. എന്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ്. അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അകത്തുകയറി കഥകടച്ച രാഹുൽ പിന്നെ എത്തിയത് ഫേസ്ബുക്കിൽ. പരിഹസിച്ചു, കുറ്റപ്പെടുത്തി. സംഘടിതമായി അയാളെ ആക്രമിച്ച് വീഴ്ത്താൻ ശ്രമിച്ചു. സ്തുതി പാടിയവർ വിമർശകരായി. കുത്തിയിട്ടും പരിഭവങ്ങൾ ഇല്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് എന്ന വരികളുമായി രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവച്ചായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനിടയിൽ കാറിൽ പുറത്തിറങ്ങിയ രാഹുൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയെങ്കിലും കൊട്ടാരക്കര കഴിഞ്ഞ് മടങ്ങി വീട്ടിലെത്തി. മീഡിയ 1 പത്തനംതിട്ട.